പുറത്തിറങ്ങാൻ വയ്യ ഗോപി. എപ്പോഴും എനിക്ക് ചുറ്റും ആളുകളാ. ഇന്നലെ ഗോപി കാണാൻ വരണമെന്ന് വിചാരിച്ചതാ, സാധിച്ചില്ല. എന്റെ വീട്ടിൽ അയാൾ ഇന്ന് തറയിലിട്ടിരിക്കുകയാണ്. ഞാൻ സിംഗപ്പൂരിൽ മിസ്റ്റർ രാജൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ട് അയാളോട് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയാളൊരു പഠിച്ച കള്ളനാണ്. എല്ലാ തെളിവുകളും ഉണ്ടാക്കിയ ശേഷമാണ് ഈ തട്ടിപ്പിനിറങ്ങിയിരിക്കുന്നത്. അത് ദേവിയുടെ ഭർത്താവിന്റെ ശരീരത്ത് എവിടെയെങ്കിലും വല്ല പ്രത്യേക അടയാളങ്ങളും ഉണ്ടായിരുന്നോ? വല്ല മറവോ മറ്റോ? ആ, ഉണ്ടായിരുന്നു. അയാളുടെ പുറത്ത് ഇടത് തോറിന് താഴെ ഒരു വലിയ മറിവുണ്ടായിരുന്നു. ഗുഡ്, അതൊരു നല്ല പോയിന്റാണ്. നമുക്കതൊന്ന് പരിശോധിക്കണം. ഗോപി തന്നെ അത് നോക്കണം. അയാളെ കാണുന്നത് പോലും എനിക്കിപ്പോൾ പേടിയാണ്. സമാധാനമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് വളരെ നാളുകളായി. പേടിക്കണ്ട, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ദേവി, എനിക്ക് നിന്നോട് കുറേയേറെ സംസാരിക്കാനുണ്ട്. ഈ വീട്ടിന്റെ ചുവരുകൾക്കുള്ളിൽ തുറന്നൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നിനക്കും. നമുക്ക് പുറത്തേക്ക് പോകാം, പരസ്പരം എല്ലാം പറയാം. വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അത് മറ്റൊരാൾ കേൾക്കാതിരിക്കുന്നതല്ലേ ഭംഗി. തയ്യാറായിക്കൊള്ളു. മിസ്റ്റർ, കള്ളക്കടത്തൊന്നുമല്ല, സ്വന്തം ഭാര്യയാണ്. നിങ്ങൾ പിന്തുടർന്ന് ഭയപ്പെടുത്തിയിട്ട് കാര്യമില്ല. വിജനമായ ഈ സ്ഥലത്തോടൊരു പെണ്ണിനെ കൊണ്ട് മരണവേഗത്തിൽ കാറോടിച്ചു പോകുന്ന കണ്ടാൽ
ആരായാലും അന്വേഷിക്കേണ്ട ചുമതല പോലീസിനുണ്ട്. ഇത് ചുമ്മാ വേണമെന്നല്ല, എന്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഞങ്ങൾ പോകും. ഓഹോ, ഇതിനായിരുന്നു മിസ്റ്റർ ഗോപിനാഥ്. അതിന് ഷർട്ട് കീറുണ്ടായിരുന്നല്ലോ. ഞാൻ കാണിച്ചു കൊടുക്കുന്നു. മിസ്റ്റർ രാജൻ, ഞാനെന്തോ തെറ്റിദ്ധാരണയിൽ. സാരമില്ല, ഇനി മേലാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാരെ സംശയിക്കരുത്. മിസ്റ്റർ ഗോപിനാഥ്, ഷർട്ട് വയ്ക്കാനുള്ള തുണി വാങ്ങിത്തരണം. കഷ്ടമായി. ആ പയ്യൻ സംസാരിക്കാനുള്ള മൂടൊക്കെ കളഞ്ഞു. വെറുതെ നോക്കുമ്പോ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുന്നു. പോലീസ് എപ്പോഴും നിഴൽ പോലെ പിന്തുടരുന്നുണ്ട്. ദേവിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന് ഉത്തരവാദികൾ നമ്മളാകും. അവർ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതിനുള്ള അവസരം കൊടുക്കരുത്. ഒരു കൂട്ടുകാരിയെ പോലെ എപ്പോഴും ദേവിയുടെ കൂടെ ഉണ്ടായിരിക്കണം. പക്ഷേ അവർക്ക് എന്നെ കാണുന്നത് പോലും വെറുപ്പാണ്. അവളുടെ ഈ നിർബന്ധ ബുദ്ധി അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ അവളുടെ മുറിയിലേക്ക് കടന്നില്ല. എത്ര വലിയ ശബ്ദമുണ്ടായാലും നിങ്ങൾ ആരും അങ്ങോട്ട് വരരുത്. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ അവളുടെ ഭർത്താവാണെന്ന് അവളെ കൊണ്ട് തന്നെ പറയും.